നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവെയും പ്രാർത്ഥിക്കുന്നു. നീ വചനം ഷെയർ ചെയ്യുമ്പോൾ കർത്താവെ, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 1 തൊട്ട് 11 പാട്ട് എടുക്കാനുള്ള കുറവ് വന്നതിനോട് നന്ദി പറയുന്നു. ഇത് 12ാമത്തെ പാട്ട് മലയാളത്തിലും അതേപോലെ ഇംഗ്ലീഷിൽ ഓൾറെഡി 10 പാട്ട് എടുത്തു കഴിഞ്ഞു. ഇനി 2 പാട്ടും എടുക്കാനായിട്ട് കിടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് ഈ വചനം പറയുമ്പോൾ തന്നെ അനേകം ആൾക്കാരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ബലവും ചെല്ലുന്നതിനോർത്ത് കർത്താവ് നന്ദി പറയുന്നു. സൗഖ്യം സംഭവിക്കുന്നവർക്ക് നന്ദി പറയുന്നു. ഉണർവുകൾ ആരൊക്കെ കർത്താവിന്റെ വചനം കേൾക്കുന്നുണ്ടോ അവിടെയെല്ലാം ഉണർവുകൾ നടക്കട്ടെ കർത്താവ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് വലിയ ഉണർവ് നടക്കട്ടെ, വലിയ റിവ്യൂകൾ നടക്കട്ടെ. വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ഹൃദയങ്ങളെ അങ്ങ് ടച്ച് ചെയ്യുന്നവരോട് നന്ദി പറയുന്നു. അവരിലൂടെ തന്നെ അനേകം ആൾക്കാർ കർത്താവിലേക്ക് ഒരാളെ കുറവ് കൊടുക്കുന്നവർ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഈ വചനം സംസാരിക്കുന്ന ഓൺലൈൻ ഞങ്ങളുടെ കാര്യങ്ങളെ സമർപ്പിക്കുന്നു. ഈ ഓൺലൈൻ മെസ്സേജ് എടുക്കുമ്പോൾ ഇന്റർനെറ്റ് എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കാര്യങ്ങളെ സമർപ്പിക്കുന്നു. അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഓരോ അന്ധകാര ശക്തികളെയും യേശുവിന്റെ തിരത്തൊഴിച്ച് യേശുവിന്റെ നാമത്തിൽ തകർത്ത് കളഞ്ഞ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഇൻ ജീസസ് നെയിം ആമേൻ. ഇപ്പൊ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ദിവസം കൂടെ തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. എല്ലാ ദിവസവും നമുക്ക് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എല്ലാ ദിവസവും കർത്താവ് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിവസം അത് തരുന്നു. ആ ദിവസത്തെ ഓർത്ത് നന്ദി പറയാം. തരുന്ന ദിവസത്തെ ഓർത്ത് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. അനേകം ആൾക്കാർ നമുക്കറിയാം പലപ്പോഴും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷെ കർത്താവിന്റെ കൃപയാല്, ദൈവവചനത്തിന്റെ ശക്തിയാല് നമ്മളെല്ലാവരും വീണ്ടും ദൈവനാമത്തിന് വേണ്ടി ശക്തിയോടെ ഉപയോഗിക്കുവാനായിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തന്നതിനെ ഓർത്ത് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ഓരോ ദിവസവും കർത്താവ് നമുക്ക് തരുമ്പോൾ പുതിയ ദിവസങ്ങളാണ് തരുന്നത്, പുതിയ കാഴ്ചപ്പാടുകളാണ് കർത്താവ് നമുക്ക് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. പുതിയ സംഭവങ്ങളാണ് കർത്താവ് നമ്മളോട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒറ്റയോളൊന്നും ചിന്തിക്കരുത്. ദൈവത്തിന്റെ സകല മാലാഖമാരും നമ്മുടെ ഒപ്പം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് നമ്മളെ സഹായിക്കുവാനായിട്ട് ദൂതഗണങ്ങൾ നമ്മോടൊപ്പം ഉണ്ട്. ദൂതന്മാർക്ക് കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പറ്റത്തില്ല എങ്കിലും പ്രൈസ് ദി ലോർഡ്, രക്ഷിക്കപ്പെട്ട നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ദൂതഗണങ്ങളെ അയച്ചിട്ടുണ്ട്. ഈ ഓൺലൈൻ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഈ സൺഡേയിൽ ഈ കർത്താവിന്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഒരാളെങ്കിലും മിനിമം ഒരാളെങ്കിലും ടച്ച് ചെയ്യാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരാളെ ഒന്നുമല്ല, കർത്താവ് നേരെ ടച്ച് ചെയ്യും. ഹല്ലേലൂയ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി, അതില് പാർട്ട് 12 ആണ് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഈ പാർട്ട് 11 നമ്മൾ എടുത്തു കഴിഞ്ഞു. ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 9 അധ്യായം, പാർട്ട് 12 അത് 9 അധ്യായത്തെ എടുക്കുന്നത്. അതൊക്കെ കർത്താവ് പൗലോസിനെ ടച്ച് ചെയ്തു. ദൈവസഭയെ പീഡിപ്പിക്കാനായിട്ട് പൗലോസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവസഭയെ പീഡിപ്പിക്കാനായിട്ട് പൗലോസിന് ഓരോ സ്ഥലങ്ങളിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പൗലോസിനെ കർത്താവ് ടച്ച് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ടച്ച് ചെയ്തപ്പോൾ പൗലോസിന് പോയ വഴിക്ക് നിന്ന് ഇടയ്ക്ക് താഴേക്ക് വീഴേണ്ടതായിട്ട് വന്നു. പിന്നെ കണ്ണ് കാണാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കണ്ണ് കാണാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വന്നു. അത് കഴിയുമ്പോൾ അനന്യാസിന്റെ ആളെ കർത്താവ് ആണ് എന്ന് കർത്താവ് പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും എന്ന് കർത്താവ് പറഞ്ഞു. അനന്യാസിനെ കർത്താവ് അയക്കുന്നു. അനന്യാസ് പൗലോസിന് മേലെ കൈവയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസ് കാഴ്ച പ്രാപിക്കുന്നു. കർത്താവിന്റെ അഭിഷേകത്താൽ നിറയുന്നു. എവിടെ കർത്താവിനെ തള്ളി പറഞ്ഞു അവിടെ പോയിട്ട് ഈ ദൈവം തന്നെ ജീവിക്കുന്ന ദൈവം ഒന്ന് വിളിച്ചു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ, എന്നെ ചിരിപ്പിച്ച കാര്യം വെച്ചാൽ, ദൈവസഭയെ പീഡിപ്പിച്ച വ്യക്തി എവിടെ പീഡിപ്പിച്ചിട്ടുണ്ടോ അവിടെ കർത്താവ് കൊണ്ടുചെന്ന് അവിടെയുള്ള ആ സ്ഥലം വേടവയ്ക്ക് പീഡിപ്പിച്ചിട്ടുണ്ട്, അവിടെയെല്ലാം കർത്താവിന്റെ വചനം പ്രഘോഷിക്കാനായിട്ട് കർത്താവ് പൗലോസിനെ ഉപയോഗിച്ചു. ആവശ്യം കല്ലേറ് കെട്ടി. പേജിലോട് തുടർമാനടുത്ത് വായിക്കാനായിട്ടായിരിക്കുന്നു. നമ്മൾ ഇത് വായിക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, ഉടനെ അന്യാസ് പൗലോസിനെ കയ്യിൽ വെച്ചു. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9 verse 18. The people those are watching online, this same message will be preaching
tomorrow Monday in English, and part 11 will be preaching in English, and part 12 Tuesday morning also will be preaching in English. Praise the Lord. Hallelujah. Then Wednesday preaching in Malayalam. There will be my Bible study, and that is going to take the English and Malayalam will be there. Praise the Lord. That physically we are Wednesday we are gathering, okay, but I'll be taking the online too separately. And Thursday മലയാളത്തിലുണ്ടായിരിക്കും ഇതിലോ ബൈബിൾ സ്റ്റഡി. അതേപോലെ തന്നെ ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ഒരാഴ്ച 2 പാട്ടുകൾ ചോദിച്ചെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസലോ. അങ്ങനെ ആ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പറഞ്ഞാൽ അപ്പം മുഖം അപ്പോസ്റ്റൽ പ്രവൃത്തി 9:18 വാക്യം പറയുന്ന ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചിതമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ചു, അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. തുടർന്നോട് പറഞ്ഞേ അവൻ ദമാസ്കസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറെ നാൾ പാർത്തു. അതാണ് കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അഭിഷേകമുള്ള അഭിഷിക്തന്മാരോട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം. നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കരുത്. അത് കർത്താവ് തന്നെ കണക്ട് ചെയ്ത് തരും. ചുമ്മാ അഭിഷേകം എന്ന് ചോദിച്ചിട്ട് വ്യാജ പ്രവാചകന്മാരെ അടുത്തല്ല പറഞ്ഞത്. കർത്താവിൻ്റെ അഭിഷേകമുള്ള ആൾക്കാരെ കണ്ടറിയാം. അപ്പം രക്ഷിക്കപ്പെട്ട ആൾക്കാർ, രക്ഷയിലേക്ക് വന്ന ആൾക്കാർ ദൈവസഭയായിട്ട് ഒത്തു നിൽക്കണം. നിങ്ങൾ ഏത് സഭയെ പോകണം ആ സഭയായിട്ട് ഒത്തു നിൽക്കണം. അവിടെ ചാടി ചാടി ഓടരുത്. പ്രൈസല്ലോ. അല്ലല്ലേ അവൻ ദമാസ്കസിലുള്ള ശിഷ്യന്മാരോട് കൂടി കുറെ നാൾ അവിടെ ആയിരിക്കുന്ന സ്ഥലത്ത് ഒരുമിച്ചുണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പാർത്തു. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളെ പ്രസംഗിച്ചു. എവിടെയൊക്കെ കർത്താവിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം യേശു തന്നെ ദൈവപുത്രൻ എന്ന് പ്രഘോഷിക്കുകയുണ്ടായി. അപ്പം അപ്പോസ്തല പ്രവൃത്തികളെല്ലാം അപ്പോസ്തല പ്രവൃത്തി ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സസ് 21 വാക്യം ഇത് ഓൾറെഡി പറഞ്ഞതാണെങ്കിൽ തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ ആകില്ല. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇടത്തെ ആ ഒരു പാർട്ട് 11 12 ആയിട്ടൊരു കണ്ടിന്യൂഷൻ വേണ്ടിയാണ് പറയുന്നത്. ഇത് പറഞ്ഞാൽ ബൈബിൾ പറഞ്ഞാൽ യേശു തന്നെ ദൈവത്തിന് എന്ന് പള്ളികളെ പ്രസംഗിച്ചു. കേട്ടവരെല്ലാവരും വിസ്മയിച്ചു. യെരുശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ? ഇവിടെയും അവരെ പിടിച്ചു കെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകാനല്ലേ വന്നത് എന്ന് പറഞ്ഞു. ശൗലോ, ഇത് പറയണം, ശൗലോ മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചു. ബട്ട് സോൾ ഇൻക്രീസ്ഡ് ദ മോർ ഇൻസ്റ്റാന്റ്. ദാവീദ് കർത്താവ് കൂടെയുള്ള കാരണം മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചു എന്ന് അന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ പറയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് കൂടെയുള്ള കാരണം ദാവീദ് മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചു എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞാൽ കർത്താവ് കൂടെ വന്നു കഴിഞ്ഞപ്പം പൗലോസ് മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചു. കർത്താവിനെ പ്രഘോഷിക്കാനുള്ള ആ ഒരു ബോൾഡ്നെസ് പൗലോസിന് കിട്ടി. എവിടെ തള്ളി പറഞ്ഞോ അവർ നാളെ എന്നെക്കുറിച്ച് എങ്ങനെ വിചാരിക്കും, എന്നെ കഴിഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പൗലോസ് ചിന്തിക്കാൻ ഇടവന്നില്ല. കാരണം വെച്ചാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവന് പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കടന്നുപോയി. പ്രൈസല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ യേശുക്രിസ്തുവിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ കളിയാക്കും. പിശാചിന് ഏറ്റവും പ്രവർത്തിയാണെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളായിട്ട്. കാരണം വെച്ചാൽ നമുക്കെതിരെ വ്യാജ തെളിവുകളും വ്യാജ കേസുകളും എല്ലാം കൊണ്ട് നമ്മുടെ ശത്രുക്കൾ ചിലപ്പം നമുക്ക് പൈസയൊന്നും ഇല്ലാത്ത കാരണത്താൽ, നമുക്ക് അഡ്വക്കേറ്റുമാരൊന്നും വെക്കാൻ നിവൃത്തിയില്ലാത്ത കാരണത്താൽ ചിലപ്പം കോടതി നമുക്കെതിരായിട്ട് വിധിച്ച് നിൽക്കി വരാം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് വിധി. അപ്പോൾ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവരെ കർത്താവിന് നമ്മുടെ ഹൃദയം അറിയാം. അത് മറ്റുള്ളവരെ മുമ്പേ കൊണ്ട് കാണിച്ച് അവരെ ഇല്ലാതാക്കാൻ സമൂഹത്തിൽ ശ്രമിക്കുന്ന അനേകം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അതൊന്നും നിങ്ങളെ കഴിഞ്ഞ കാലങ്ങളൊന്നും ഓർക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഹൃദയം ശുദ്ധമാണെന്ന് കർത്താവിന് അറിയാം. അതാ മറ്റുള്ളവരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ജീവിച്ച് നാളെ മരിച്ച് മണ്ണോട് ചേരുന്ന ഇവരൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. ചിലപ്പം മരണക്കിടക്കയിൽ കിടന്ന് നിലവിളിക്കുന്ന അവസ്ഥയ്ക്ക് ഉണ്ടാകാം. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മളെ സഹായിക്കുന്ന ജീവിക്കുന്ന ദൈവത്തെ മാത്രം ഓർത്ത് നമ്മൾ മുന്നോട്ട് പോവുക. പ്രൈസ് ലോർഡ്. അല്ലെങ്കിൽ അവരവരെ വഴിക്ക് പോട്ടെ. അവരെന്നൊക്കെയോ വഴിയാത്രയെ കണ്ടുമുട്ടിയ ഒരാൾക്കാർ, ഒരല്പസമയം അല്പവർഷങ്ങൾ കണ്ടുമുട്ടിയ ആൾക്കാർ, അവരവരെ വഴിക്ക് പോട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരു നല്ലൊരു ജീവിതം കർത്താവ് തരും. നിത്യതയുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇത് പറഞ്ഞാൽ കേട്ടവരെല്ലാവരും വിസ്മയിച്ചു. യെരുശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ? ഇവിടെയും അവരെ പിടിച്ചു കെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകാനല്ലേ വന്നതെന്ന് പറഞ്ഞു. ശൗലോ മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചു. പ്രൈസ് ലോർഡ്. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു ദമാസ്കസിൽ പാർക്കുന്ന യഹൂദരെ വിടാതാക്കി. ശൗലോ മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ
മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ യേശുക്കുറിച്ച് തന്നെ ഇന്ന് ലോകത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്ത്യാനികളെ എല്ലാവരും കൂടെ കേൾക്കണം. കാരണം എന്ന് വെച്ചാൽ യേശു തന്നെയാണ് ക്രിസ്തു, അത് അല്ല ദൈവം. യേശു തന്നെയാണ് ദൈവം, അത് അല്ല ദൈവം. ശിവനോ പാർവതിയോ അതുപോലെ തന്നെ ഗണപതിയോ ഒന്നും അല്ല ദൈവം. യേശു ക്രിസ്തു തന്നെയാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബുദ്ധനോ അതേപോലെ ജൈനനോ അല്ല ദൈവം, യേശു ക്രിസ്തു തന്നെയാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു തന്നെയാണ് ദൈവം എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. കാരണം അത് സത്യദൈവത്തിന്റെ പേര് പറഞ്ഞ പ്രശ്നമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബൈബിള് ദൈവത്തിന്റെ പുസ്തകമാണെന്ന് പറഞ്ഞ പ്രശ്നമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിശാച് സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അന്ധകാര ശക്തിയുള്ള ആൾക്കാർ വഴിയായിട്ട് അത് വന്നിട്ട് സത്യവചനം പ്രസംഗിക്കുന്ന ആൾക്കാരെ തകർക്കാൻ ശ്രമിക്കും. പക്ഷെ ആരൊക്കെ ബൈബിള് വായിക്കുന്നുണ്ട്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും, യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും എന്ന് കർത്താവിന്റെ വചനം പറയുന്നു. നിങ്ങൾ ഏത് രോഗാവസ്ഥയിലാണെങ്കിലും പ്രൈസ് ദി ലോർഡ്, അത് മറ്റുള്ളവരെ പീഡിപ്പിച്ചിട്ട് കർത്താവിന്റെ നാമം വിളിച്ചാൽ ശരിയാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ശുദ്ധ ഹൃദയത്തോടെ നമ്മുടെ കൈ ശുദ്ധമായിട്ട് വന്നിട്ട് യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അനർത്ഥങ്ങളെ കർത്താവ് മാറ്റും. നിങ്ങൾക്ക് വരുന്ന ആ ഫാമിൻ എന്ന് വെച്ചാൽ വരൾച്ചകളെ കർത്താവ് ശാസിക്കും, വെട്ടുകിളികളെ കർത്താവ് ശാസിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ സമ്പൽസ്ഥലത്തെ കർത്താവ് വർദ്ധിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ദീർഘായുസ് കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. അസുഖങ്ങളുണ്ട് കർത്താവ് മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ വഴികളും കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ഡിപ്രഷൻസും അതേപോലെ നിങ്ങളുടെ പിന്നെ മനസ്സിലുണ്ടായ ബുദ്ധിമുട്ട് വിഷമങ്ങളെല്ലാം കർത്താവ് എടുത്ത് മാറ്റി നിത്യാനന്ദം കർത്താവ് തരും. അതാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ യേശു തന്നെ ദൈവം എന്ന് പറയണം. അത് കഴുത്ത് കണ്ടിച്ചാലും പറയണം. കഴുത്ത് കണ്ടിക്ക് ഒത്തിരി പേര് കാണും. അവരൊന്നും മുമ്പിൽ നമ്മളെ പതറരുത്. കാരണം ഈ ലോക ജീവിതമല്ല, മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നിത്യതയുണ്ട്. യേശു ക്രിസ്തു പിതാവ് അത് ലോകം സൃഷ്ടിച്ച ദൈവത്തോട് കൂടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സത്യമായിട്ട് കർത്താവിന്റെ വചനം പ്രസംഗിക്കണം. ഇത് ലോകത്ത് ക്രിസ്ത്യാനികൾക്കല്ലേ ബുദ്ധിമുട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുസ്ലിങ്ങളൊക്കെ എത്ര ക്രിസ്ത്യാനികളെ കൊല്ലുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ ദൈവം സത്യദൈവമാണ്, എങ്ങനെ കൊല്ലാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മുസ്ലിം സമുദായപ്പെട്ട ആൾക്കാർ കാണുമായിരിക്കും. ചിലപ്പോൾ നാളെ നിങ്ങളെ കല്ലെറിയാൻ വരും. എന്തായാലും കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കല്ലൊന്നും അതൊക്കെ അങ്ങോട്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിക്കുകയുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തു തന്നെയാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ പേര് പറയുമ്പോൾ എങ്ങനെ ഈ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ യേശു ബൈബിൾ എടുക്കുന്ന ആൾക്കാരെ കൊല്ലാനും അടിക്കാനും പ്രോസിക്യൂട്ട് ചെയ്യാനും വരുന്നു? കാരണം യേശു ക്രിസ്തു രക്ഷയുണ്ട്. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ആള് നിത്യതയിലേക്ക് പോകും. അവർക്ക് നിത്യതയുണ്ട്. സ്വർഗരായി തീർത്തപ്പെടും. വാഴ്ചകളും അധികാരങ്ങളും എല്ലാം അവരുടെ കയ്യിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരണശേഷം നിത്യപീഡയിലേക്ക് പോകത്തില്ല. മരണശേഷം നിത്യ നരക അഗ്നിയിലേക്ക് പോകത്തില്ല. മരണശേഷം ഗ്ലോറിയിലേക്ക് പോകും, ദൈവത്തോടൊപ്പം എന്നതുമായിരിക്കും. അതാണ് പ്രൈസ് ദി ലോർഡ്. അവിടെ മദ്യമോ അതേപോലെ തന്നെ ആഭിചാര പ്രവൃത്തി ഒന്നുമില്ല. മരിച്ചു കഴിയുമ്പോൾ പല മതങ്ങളും ടീച്ച് ചെയ്യുന്ന പോലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ദൈവത്തോടു കൂടി ദൂതന്മാരെ പോലെയാണ് നമ്മൾ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൂതന്മാരുടെ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് സ്വർഗീയ മന്ന. അതാണ് നമുക്കറിയാം സ്വർഗത്തില് നമുക്കറിയാം സ്വർഗീയ മന്ന ഇവിടെ കൊടുത്തതെന്ന് വെച്ചാൽ ഇസ്രായേൽ ജനത്തിന് കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഓടണം. ഇന്ന് നമ്മളെ കളിയാക്കുന്ന ആൾക്കാരെ നോക്കാനായിട്ട് പോകണ്ട. അപ്പോൾ പൗലോസ് കർത്താവിനെ ദൈവസഭയെ പീഡിപ്പിച്ചു. പക്ഷെ കർത്താവിന്റെ വചനം പ്രസംഗിച്ച് കഴിയുമ്പോൾ പൗലോസിനെ കളിയാക്കാനൊക്കെ ആൾക്കാർ വന്നു. പിന്നീട് തല്ലാമനായിട്ട് വന്നു. പ്രൈസ് കല്ലെറിഞ്ഞു. അവരെയൊന്നും നോക്കിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ യേശു തന്നെയാണ് നിത്യദൈവം എന്ന് പറയും. യേശു തന്നെയാണ് ജീവിക്കുന്ന ദൈവം എന്ന് യഹൂദന്മാരുടെ നടുവിൽ തെളിയിച്ചു. ജാതികളുടെ നടുവിൽ തെളിയിച്ചു. അത്ഭുതങ്ങളും അടയാളം കൊണ്ട് തെളിയിച്ചു ഈ ദൈവം സത്യദൈവം എന്ന് പറഞ്ഞ ഒരു അതിന് യേശുക്രിസ്തു സത്യദൈവത്തിൽ നിന്നുള്ള എന്ന് പറഞ്ഞ ആ വാക്കിൽ നിന്ന് ഒരു പടി പോലും പൗലോസ് പുറകോട്ട് മാറാനായിട്ട് തുനിഞ്ഞില്ല. കാരണം സത്യദൈവത്തെ അനുഭവിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് 12 ബുക്ക് ഓഫ് ആക്ട്സ് ബൈബിൾ സ്റ്റഡി പാർട്ട് 12 വരാം. ഇത് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി പാർട്ട് 12 വരാം. അത് കഴിഞ്ഞാൽ പാർട്ട് 12 എടുക്കുന്ന നമ്മൾ 9 അധ്യായം 23 വാക്യം. ഇത് പറഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. അതാണ് യേശു തന്നെ ദൈവം എന്ന് പറഞ്ഞു. ഇന്ന് പല രാജ്യങ്ങളും പീഡിപ്പിക്കപ്പെടുന്ന വെച്ചാൽ യേശു തന്നെ ദൈവം എന്ന് പറയുന്നവരെ പീഡിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നൈജീരിയയിലൊക്കെ എത്ര ക്രിസ്ത്യൻസ് കൊല്ലപ്പെടുന്നു. അത് യേശു തന്നെ ദൈവമാണെന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് കൊല്ലാനായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഒരു മതത്തിനെതിരല്ല. യേശു തന്നെ ദൈവം എന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ് എവിടെ അന്ധകാര ശക്തി ഉണ്ടോ അവിടെ അവർ പ്രശ്നം ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. ഞാനൊക്കെ സ്ട്രീറ്റ് കർത്താവിന് വചനം പ്രസംഗിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്.
പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. കാരണം സത്യദൈവത്തെ പ്രഘോഷിക്കുന്നത് നമുക്കറിയാം അന്ധകാശക്തിക്ക് പിടിക്കത്തില്ല. നിങ്ങൾക്ക് വീഡിയോകളൊക്കെ കാണാം പല സ്ഥലങ്ങളിലും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. പക്ഷെ അതിൽ നിന്നും പുറകോട്ട് മാറരുത്. യേശു തന്നെയാണ് സത്യദൈവം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അത് നമ്മൾ എന്നെന്നും എവിടെയും നമ്മൾ പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഓരോ വ്യക്തിയും കർത്താവിനെ അറിയാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ദൈവത്തെ അറിഞ്ഞ് സത്യതയിലേക്ക് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൽ. പ്രൈസ് ലോർഡ്. ഇത് പറഞ്ഞപ്പോൾ പാട്ടിലുള്ള കുറേ നാൾ കഴിഞ്ഞപ്പോൾ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 12 വേഴ്സ് 23 പറഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. ശൗൽ അവരുടെ കൂട്ടുകെട്ട് അറിഞ്ഞു. അവനെ കൊല്ലുവാൻ അവർ രാവും പകലും നഗര ഗോപുരങ്ങളിൽ കാവൽ വെച്ചു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതാണ് എവിടെയൊക്കെ ശൗൽ കർത്താവിനെ പ്രഘോഷിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്ന് എല്ലാവരോടും പറഞ്ഞു. ആ ഒറ്റ കാരണത്താൽ ശൗലിനെ കൊല്ലുവാനായിട്ട് യഹൂദന്മാർ ശ്രമിച്ചു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പം കർത്താവിന് പ്രത്യേകം വെച്ചാൽ നമുക്കൊരു അനർത്ഥം വന്നു കഴിഞ്ഞ് വരുമെന്ന് കർത്താവ് കണ്ടു കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് മുൻകൂട്ടി അറിയിച്ചു തരും. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞാൽ എൻ്റെ ഈ കർത്താവിൻ്റെ വേല തകർക്കാണ്ട് എത്ര പേര് ശ്രമിച്ചു. അപ്പം ഞാൻ മരണസമയത്ത് ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പോയ ഒറ്റ കാരണത്താൽ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ദൈവാനുഗ്രഹത്തിൽ അത് എൻ്റെ തലയിലായില്ലെന്നുള്ളൂ. അത് പിന്നീട് പറയാം. അതേപോലെ എനിക്കൊന്ന് പ്രശ്നം ഉണ്ടാക്കി ഇതോടെ ബന്ധപ്പെട്ട ആൾക്കാർ. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. നമ്മളൊരാളെ സഹായിച്ച് പ്രാർത്ഥിക്കാൻ പോയി. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ലാസ്റ്റ് നമ്മുടെ തല മെഡിക്കൽ റിപ്പോർട്ടെല്ലാം അത് നോർമൽ ഡെത്തായിട്ട് വന്നു. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ തലയ്ക്ക് ചോദിച്ചു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞത് പിശാച് എങ്ങനെയും കർത്താവിന്റെ അഭിഷിക്തന്മാരെ തകർക്കാനായിട്ട് ശ്രമിക്കും. അതൊന്നും നമ്മൾ നോക്കാനായിട്ട് പോകരുത്. ഹല്ലേലൂയ. ഇത് പറഞ്ഞ ശൗൽ അവരുടെ കൂട്ടുകെട്ട് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. പ്രൈസ് ലോർഡ്. അപ്പൊ ശൗൽ അവരുടെ കൂട്ടുകെട്ട് അറിഞ്ഞു. അവനെ കൊല്ലുവാൻ അവർ രാവും പകലും നഗര ഗോപുരങ്ങളിൽ കാവൽ വെച്ചു. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സസ് 25 ഇതിൽ പറഞ്ഞാൽ എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കൊട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി വിട്ടു. അവൻ യെരൂശലേമെത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. അതാണ് പൗലോസിന്റെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിനെ വെളിപ്പെടുത്തി കൊടുത്തു. കാരണം വെച്ചാൽ നിങ്ങളെ പൗലോസിനെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്നാണ്. കാരണം വെച്ചാൽ പൗലോസിനെ ആക്രമിക്കാൻ വന്ന് ദൈവസഭയെ പൗലോസ് പേടിപ്പിച്ച് ശരി തന്നെയാണ്. പക്ഷേ ഇപ്പൊ കർത്താവിന്റെ മകനാണ്. യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു. മുടി സ്നാനമെടുത്തു. ആത്മാവിൻ സത്യത്തിൽ കർത്താവിനെ ആരാധിക്കുന്നു. ബിംബാരാധനയൊന്നുമില്ല. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. പ്രോസിക്യൂഷൻ ഒന്നുമില്ല. പ്രൈസ് ലോർഡ്. സത്യ ആരാധനയ്ക്ക് വന്ന ആ ഒരു വ്യക്തിയെ കർത്താവ് സംരക്ഷിക്കും. പ്രൈസ് ലോർഡ്. കർത്താവ് ശത്രുക്കളുടെ പ്ലാനുകൾ അത് വെളിപ്പെടുത്തി കൊടുക്കും. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് വിരോധമായി നടക്കുന്ന ഒരായുധം വലിക്കത്തില്ല. നമുക്കെതിരെ കൈ വെക്കുന്നവർ ഒന്നെങ്കിൽ ഈ ലോകത്തിൽ നയിച്ച് മാറ്റപ്പെടും, അല്ലെങ്കിൽ കർത്താവ് ഉപയോഗിക്കും. അത്രേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. ഏതെങ്കിലും അതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ളൂ. പ്രൈസ് ലോർഡ്. ഒന്നെങ്കിൽ അവരൊന്നുമില്ലാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് നീത്ത് കാര്യത്തിലേക്ക് പോകും, അല്ലെന്നുണ്ടെങ്കിൽ കർത്താവ് ഉപയോഗിക്കും. ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. കാരണം അഭിഷിക്തന്മാർക്കെതിരെ കർത്താവിന്റെ നാമം കർത്താവിന്റെ സത്യവചനം പ്രസംഗിക്കുന്ന ഒരാൾക്കും ഒന്നും സംഭവിക്കില്ല. കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി. കർത്താവ് എല്ലാ പേടിലും നമ്മളെ വിടുവിക്കും. അതാണ് നമ്മുടെ സർവശക്തനായ ദൈവം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഇതേ പറഞ്ഞ എന്നാൽ അതുകൊണ്ട് നമ്മളെ നേരെ കണ്ണു കിട്ടുന്ന ഒരാളെ നമ്മൾ പേടിക്കാനോ അവരുടെ മുമ്പിൽ പേടിച്ച് നിൽക്കാനൊന്നും പോകണില്ല. കാരണം വെച്ചാൽ ലോകം സൃഷ്ടിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് ജീവിച്ച് നാളെ മരിച്ചു വന്ന ആൾക്കാരെ ഒന്നും അവരെ നമ്പർ നമ്മൾ ബ്ലോക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള ആൾക്കാരെ ഫോൺ കോൾ എടുക്കാനായിട്ട് പോകരുത്. ഇങ്ങനെയുള്ള ആൾക്കാരെ കൊടുത്ത് ഭക്ഷണം കഴിക്കാൻ ഇരിക്കരുത്. ഇങ്ങനെയുള്ള ആൾക്കാർ ബന്ധപ്പെടുന്ന ആൾക്കാർ അവരോട് പറയണം ഇവരുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറയാം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തെ ദൂഷിക്കുന്നവരെ തള്ളിപ്പറയുന്നവരാണെന്ന് പറയാം. പ്രൈസ് ലോർഡ്. അവരോട് നമ്മൾ ഇരിക്കുകയും ചെയ്യരുത്, ബന്ധപ്പെടുകയും ചെയ്യില്ല ഒരു കാരണവശാലും. സ്വന്തം സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ വളരെയധികം പോകരുത്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഇത് പറഞ്ഞാൽ കാരണം വെച്ചാൽ ദൈവനാമത്തിനെ ദൂഷിക്കുന്ന ആൾക്കാരൊപ്പം നമ്മൾ നിൽക്കാനായിട്ട് പോകരുത്. ഈ പറഞ്ഞ അപ്പോസ്തലപ്രവൃത്തി 9:25 പറയുന്നത് എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കൊട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി വിട്ടു. പ്രൈസ് ലോർഡ്. ഇത് പറഞ്ഞാൽ അവൻ യെരൂശലേമെത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. കാരണം പൗലോസിന് കഴിഞ്ഞ കാല ജീവിതം എല്ലാവരും പേടിച്ചു പോയി. പൗലോസ് ദൈവസഭയെ പേടിപ്പിച്ചു. അത് കാരണം ശിഷ്യന്മാർക്ക് എല്ലാം പേടിയായിരുന്നു. യേശുക്രിസ്തു മരിച്ചു ഉയർത്തുന്ന കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെല്ലാം കഥ കടച്ച് ഉള്ളിയിരുന്ന പോലെ അവർക്കെല്ലാം പേടിയായി. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ശക്തിപ്പെട്ടു. ജെറുസലേമിലും സമരയിലും യൂദയിലും ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളും കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട് തുടങ്ങി. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പോലെ പൗലോസിലേക്ക് പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞപ്പോൾ പൗലോസ് ശക്തിപ്പെട്ടു. മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്ന് കർത്താവിന്റെ വചനം പറയുന്നു. ലോർഡ് ഹല്ലേലൂയ. ദൈവസഭയെ പീഡിപ്പിച്ച പൗലോസിനെ കർത്താവ് ടച്ച് ചെയ്തു എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ഇനി പറഞ്ഞ അവൻ യെരൂശലേമിൽ എത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ
എല്ലാവരും അവനെ പേടിച്ചു. പ്രൈസ് ദി ലോർഡ്. ബർണബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സസ് 27 ഇതിൽ പറഞ്ഞ് കൊണ്ടുചെന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമാസ്കസിൽ അവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും എല്ലാം അവരോട് വിവരിച്ച് പറഞ്ഞു. അതാണ് കർത്താവിന്റെ വചനം ചുമ്മാതെയല്ല പ്രസംഗിക്കുന്നത്. preach and how he had preached boldly, praise the Lord, at Damascus in the name of Jesus. praise. അതാണ് പ്രാഗൽഭ്യത്തോടെ, ശക്തിയോടെ, ഉറപ്പോട് കൂടി, നിശ്ചയദാർഢ്യത്തോടെ ഈ ദൈവം തന്നെ ജീവിക്കുന്ന ദൈവം എന്ന് പ്രഘോഷിച്ചു. അതാണ് പറയുന്നത്. അപ്പൊ മറ്റുള്ളവർ നമ്മളെ അവഹേളിച്ച് പോയി ഞാൻ പ്രസംഗിച്ച് എങ്ങനെയാണെന്നോ അവിടെ ഇവിടെ നിന്ന് കാല് വെച്ചിട്ടല്ല പ്രസംഗിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. യേശുക്രിസ്തു തന്നെയാണ് സത്യദൈവം. യേശുക്രിസ്തു തന്നെയാണ് നിത്യജീവൻ. നിങ്ങൾ മരത്തിന്മേൽ ക്രൂശിച്ച് കൊന്ന ഈ ദൈവം തന്നെയാണ് നിത്യരക്ഷകൻ. ദിസ് ജീസസ് ഈസ് എ ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പൗലോസ് ഈ എല്ലാ യഹൂദന്മാരുടെ മുമ്പിൽ പ്രസംഗിക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞാൽ പിന്നെ പറഞ്ഞാല് അപ്പോസ്തല പ്രവൃത്തി 9 ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സസ് 28 ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടുഡേ ദിസ് എ മലയാളം മെസ്സേജ്. ഓക്കെ, ദിസ് സെയിം വിൽ ബി പ്രീച്ചിങ് ടുമോറോ ഇൻ ഇംഗ്ലീഷ് ഇൻ ദ മോർണിംഗ്. പ്രൈസ് ദി ലോർഡ്. സെയിം 8:30 AM പിന്നെ UK ടൈം, 9:30, 10, 11, 12, 2 PM in Indian time, and 10:30 AM in South Africa time. Praise the Lord. Hallelujah. Glory be to God. They പറഞ്ഞാൽ in Europe 9:30 AM. They പറഞ്ഞാൽ you can also watch online. Praise the Lord. You can send a message. People, every week we have Bible study Wednesday and Friday. The people would like to join. Praise the Lord. You can join on online Zoom. We will be praying for you personally. Praise the Lord. There will be a personal prayer time, and that's not in public. Praise the Lord. You can join with us. You can also learn the Bible with us. We can go together and work at the kingdom of God together. Praise the Lord. അതാണ് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അതിൽ വെനസ്ഡേ മലയാളത്തിലായിരിക്കും, ഫ്രൈഡേ ഇംഗ്ലീഷിലായിരിക്കും. ഓക്കെ, ബൈബിൾ സ്റ്റഡി വെനസ്ഡേ ഇൻ മലയാളം and in online. Praise the Lord. That means physically there will be Bible study in English. Okay, there will be 2 Bible studies on Wednesday. In Malayalam in online and English physically. Praise the Lord. Hallelujah. അതാണ് ഓൺലൈൻ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും മലയാളത്തിൽ ജോയിൻ ചെയ്യാം. ഫ്രൈഡേ physically there will be in English, and also in online there will be in English. Praise the Lord. God bless you. ഇത് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 9:28 വാക്യം പറഞ്ഞ പിന്നെ അവൻ യെരൂശലേമിൽ അവരുമായി പെരുമാറുകയും കർത്താവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു പോരുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പം എവിടെ പൗലോസ് എന്നോ ഈ ദൈവത്തെ അധികാരത്തോടെ പ്രസംഗിച്ചു, അധികാരത്തിലോ ശക്തിയോട് കൂടെ പ്രസംഗിച്ചു. കാരണം എന്താ വെച്ചാൽ ഈ ദൈവത്തെ ഞാൻ അറിഞ്ഞ ദൈവത്തെ പൗലോസ് പ്രസംഗിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ആരും വടി ഉയർത്തിയാലും കല്ല് ഉയർത്തിയാലും പൗലോസ് പേടിക്കത്തില്ല. കാരണം വെച്ചാൽ സത്യദൈവവും നിത്യജീവനും മരണശേഷം ഉള്ള നിത്യതയും പൗലോസ് അറിഞ്ഞു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത്. God bless you. ഹല്ലേലൂയ. Glory be to God. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ യവന ഭാഷക്കാരെ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സസ് 29 പറഞ്ഞാൽ യവന ഭാഷക്കാരായ യഹൂദന്മാരോടും അവൻ സംസാരിച്ചു, തർക്കിച്ചു. അവരോ അവനെ കൊല്ലുവാൻ വട്ടം കൂട്ടി. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാർ അത് അറിഞ്ഞ് അവനെ കൈസരയ്ക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് തർസോസിലേക്ക് അയച്ചു. പ്രൈസ് ദി ലോർഡ്. കാരണം വെച്ചാൽ കർത്താവ് ഓരോ സഹോദരന്മാരെന്ന് പറയുമ്പം കർത്താവ് ഓരോ സ്ഥലത്തും സഹായിക്കാനായിട്ട് ഓരോരുത്തരെ ഏൽപ്പിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവര് പൗലോസിനെ സഹായിച്ചിരുന്നു. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സസ് 31 ഇതിൽ പറഞ്ഞ അങ്ങനെ യഹൂദിയ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനം ഉണ്ടായി. അത് ആത്മീയ വർധന പ്രാപിച്ചു. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നും പെരുകൊണ്ടിരുന്നു. എവിടെ കർത്താവിന്റെ വചനം പൗലോസ് പ്രസംഗിച്ചു അവിടെ എല്ലാം സഭയ്ക്ക് സമാധാനം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവ സമാധാനം കിട്ടി, കർത്താവിൽ സന്തോഷിക്കാനായിട്ട് പറ്റി, കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിറയാൻ പറ്റി. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവത്തിന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എവിടെ കർത്താവിന് വചനം പ്രസംഗിക്കുന്നുണ്ടോ അവിടെ ദൈവത്തിന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. നമ്മൾ പ്രസംഗിക്കുന്ന സ്ഥലത്ത് മഹാസന്തോഷം ഉണ്ടാവും, വിടുതൽ നടക്കും, രോഗശാന്തികൾ നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കരുത്. ശക്തിയോടുകൂടി ബലത്തോടുകൂടി ആ ദൈവത്തെ നമ്മൾ പ്രഘോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞ് അത് ആത്മീയവർദ്ധന പ്രാപിച്ചു. അങ്ങനെ യഹൂദിയ, ഗലീല, ശമരിയ
എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയ വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും വിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. പ്രൈസ് ലോർഡ്. അതാണ്, എവിടെയൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നുണ്ടോ അത് മേൽക്കുമേൽ പൗലോസും ശക്തി പ്രാപിച്ചു, വചനം ഇങ്ങനെ പെരുകിക്കൊണ്ടിരുന്നു. ആൾക്കാർ മൾട്ടിപ്ലിക്കേഷൻ വരാൻ തുടങ്ങി. കാരണം പൗലോസ് നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തില് കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസിനെയും യോഹന്നാനെയും പ്രസംഗം കേട്ട് 2-ാം അധ്യായത്തിൽ 3000-ഓളം പേര് കർത്താവിലേക്ക് വന്നു. അതിൽ 4-ാം അധ്യായത്തിൽ 2000 പേരോട് ഇൻക്രീസായി, 5000 പേരോളായി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പുരുഷന്മാരെ എണ്ണം, സ്ത്രീകൾ വേറെ, പിള്ളേർ വേറെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവിന്റെ വചനം പെരുകാനായിട്ട് ദൈവത്തിന് വിശുദ്ധാത്മാവ് കരുതി. ഇന്നും അത് അന്നും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവനാമത്തിന് വേണ്ടി നമ്മളൊരു കാര്യം വെക്കുമ്പോൾ കർത്താവ് തന്നെ ആൾക്കാരെ കാണും. നമ്മൾ എഫേർട്ട് എടുക്കണ്ട. വാട്ട് ഈസ് യുവർ ഡ്യൂട്ടി ടുഡേ? യുവർ ഡ്യൂട്ടി ടു പ്രീച്ച് ദ ഗോസ്പൽ ടു എവരിബഡി. അതാണ് നമ്മുടെ ഡ്യൂട്ടി. എന്താ? കർത്താവിന്റെ വചനം മറ്റുള്ളവരുടെ പ്രസംഗിക്കുക നമ്മുടെ ഡ്യൂട്ടി. ബാക്കി കാര്യങ്ങൾ കർത്താവ് ചെയ്തോളും. ഇത് പറഞ്ഞാൽ പത്രോസ് എല്ലാവരും സഞ്ചരിക്കാൻ ലുദിയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ ഇടയ്ക്കലും ചെന്നു. എവിടെയൊക്കെ പോകുന്നുണ്ടോ വിശുദ്ധമാരിഞ്ഞ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ആൾക്കാർ അവിടെയും പൗലോസ് പ്രസംഗിച്ച് എവിടെയൊക്കെ ദൈവസഭയെ പീഡിപ്പിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം പൗലോസ് ചെല്ലുണ്ടായി. 1 by 1 പൗലോസ് ചെല്ലുണ്ടായി. പൗലോസ് ചെല്ലുന്ന സ്ഥലത്ത് എല്ലാവർക്കും പൗലോസിനെ പേടിയാണ്. പക്ഷെ എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉണർവും ശക്തി അവിടെ ഉണ്ടായിരുന്നു. കർത്താവിന് ഏത് സ്ഥാനത്തുള്ള ആൾക്കാരും കർത്താവിനടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മുടെ സ്ഥാനമോ മാനങ്ങളോ ലോകത്തിന് സ്ഥാനമൊന്നും ഇല്ല പറയുമ്പോൾ. എത്ര രാജാക്കന്മാരായാലും എത്ര പ്രസിഡന്റ് ആയാലും പ്രൈം മിനിസ്റ്റേഴ്സ് ആണെങ്കിലും അവരിന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ നാളെ വീരും പുഴുവിനും ക്രമിക്കും. അവരെ ഇരയായിത്തീരുന്ന വ്യക്തികളാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിലല്ല എങ്കിൽ അവർ നിത്യനാശത്തിലേക്ക് പോകും. ഈ ഭൂമിയിലെ നമ്മൾ സ്ഥാനമാനങ്ങളെ ബഹുമാനിക്കാൻ അത്രേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറമായിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു പോവാണ്. കാരണം വെച്ചാൽ ദൈവവചനത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ, അല്ലാത്തവർക്ക് രക്ഷയില്ല. ഇത് പറഞ്ഞ പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുകയും ലുദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. ഇത് പറഞ്ഞ് അവിടെ പക്ഷവാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന ഐനയാസ് എന്നു പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പൗലോസ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പക്ഷവാതം പിടിച്ച് തളർവാദ രോഗിയായിട്ട് കിടന്നിരിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് വിച്ച് ഹാഡ് അതാണ് 8 വർഷമായിട്ട് ഏക്കാൻ പറ്റത്തില്ലാതെ ബെഡിൽ കിടന്നിരുന്ന ഒരു വ്യക്തിയാണ് ഐനിയാസ്. പൗലോസ് ആ വ്യക്തിയെ കണ്ടു. അത് പറഞ്ഞാൽ 34 വാക്യം പറയുന്നത്, പത്രോസ് അവനോട് 34 വാക്യം, പത്രോസ് അവനോട് അവിടെ പറയുന്നുണ്ട്. പത്രോസ് എല്ലാവരും ഓക്കെ. പത്രോസ് അവനോട് ഐനിയാസ് യേശുക്രിസ്തുവിനെ പത്രോസ് അവനെ യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു. അതാണ് എവിടെ പത്രോസ് ശിഷ്യന്മാർ എവിടെ പ്രസംഗിച്ച അത്ഭുതങ്ങളുണ്ട്. പൗലോസിന്റെ കാര്യങ്ങൾ ഇനി വരുന്നു, അധ്യായങ്ങൾ വരുന്നേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. അപ്പം കർത്താവിനെ അറിഞ്ഞു, ആ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പം പിന്നെയും നമുക്ക് ദൈവസഭയെ വളരാനായിട്ട് ഇടവന്നു. പ്രൈസ് ലോർഡ്. പൗലോസ് ശിഷ്യന്മാരെടുത്തി എന്നു. പ്രൈസ് ലോർഡ്. അപ്പം പത്രോസും കർത്താവിന് വചനം പ്രസംഗിക്കുമ്പോൾ എവിടെയൊക്കെ ശിഷ്യന്മാർ പ്രസംഗിക്കുന്നുണ്ടോ അവിടെയെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനായിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് അവരോടൊപ്പം ഉണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. അപ്പം പത്രോസ് അവനോട് ഐനിയാസ് യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു. പ്രൈസ് ലോർഡ്. ദ്യുതയിലും അതേപോലെ തന്നെ ആ പ്രദേശങ്ങളെല്ലാം പാർക്കുന്ന എല്ലാവരും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. ഇന്ന് കർത്താവ് നമ്മൾ വഴിയായിട്ടൊരു അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വഴിയായിട്ട് നമ്മുടെ കഴിവുകൊണ്ടല്ല ചെയ്യുന്നത്. നമ്മുടെ കഴിവുകൊണ്ട് കർത്താവ് ഒന്നും ചെയ്തില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം കർത്താവ് നമ്മൾ വഴി നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു അത്ഭുതം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അനേകർ അവർ വഴിയായിട്ടോ അവർ ഫാമിലി വഴിയായിട്ടോ ആ കണ്ടു നിൽക്കുന്ന ആൾക്കാർ വഴിയായിട്ടോ അവർ കർത്താവിലേക്ക് വരുവാനായിട്ട് കർത്താവ് ഒരു നിമിത്തമാക്കുന്നതാണ്. അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെന്റ് ആണ് ഹെവനിലെ. കാരണം സ്വർഗരാജ്യത്തിലേക്ക് ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട്. പ്രൈസ് ലോർഡ്. അതിനേക്കാൾ എത്രയോ വലുതാണ് നമ്മുടെ നിത്യജീവൻ. പ്രൈസ് ലോർഡ്. നമ്മുടെ ചെറിയൊരു മഴ മാറുന്നതോ അതൊക്കെ നമ്മളൊക്കെ വലുതായിരിക്കാം, പക്ഷെ കർത്താവിന് മുമ്പേ അത് ഒരു നിസ്സാരമാണ്. പ്രൈസ് ലോർഡ്. അത് സംഭവിക്കും. നമ്മുടെ ദൈവരാജ്യത്തായിരിക്കും ഇതെല്ലാം സംഭവിക്കും പ്രിയമുള്ളവർ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് നിത്യത കർത്താവ് തന്നു. അതാണ് ഏറ്റവും വലുത്. നമ്മളാരും നാശത്തിലേക്ക് പോകത്തില്ല, എല്ലാവരും രക്ഷയിലേക്ക് വന്ന് അത് നിത്യ കിരീടം പ്രാപിക്കാനായിട്ട് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികളാണ്. റൈറ്റ്. അതുകൊണ്ട് തന്നെ ആ തിരിച്ചറിയിലേക്ക് നമ്മൾ വരാനായിട്ട് യേശുക്രിസ്തുവിനകത്ത് ഉത്സാഹിപ്പിക്കുന്ന എല്ലാവരെയും. ഇതാണ് ലുദയിലും ശാരോനിലും പാർക്കുന്ന. ഒരുപക്ഷെ പത്രോസ് നമുക്കറിയാം
അനിയാസിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അനിയാസ് എന്ന് പറഞ്ഞ ബെഡിൽ കിടക്കുന്ന ആ വ്യക്തിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രൈസിലോട്ട് അല്ലെങ്കിൽ ലുദയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അവിടെ പാർക്കുന്ന ആൾക്കാർ മൊത്തം അവർ മനസ്സിന് ചിലപ്പോൾ മന്ദത പ്രാപിച്ച ആൾക്കാരായിരിക്കും. അവർക്ക് അവര് ദൈവം എന്ന ഒരാളെ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും അവർക്ക്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ലോക ആരംഭം മുതൽ ഇങ്ങനെ ഒരു അത്ഭുതം ആരും കണ്ടിട്ടില്ല. അറിയത്തില്ല. കാരണം വെച്ചാൽ സത്യദൈവത്തെ അറിയാനായിട്ട് പരിശുദ്ധാത്മാ ചെയ്യുന്ന ഒരു നിമിത്തമാണത്. അറിയത്തില്ല. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ ലുദയെ ചെന്ന് പത്രോസ് ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 7 സംവത്സരമായി കിടന്ന വ്യക്തിയെ അറിയത്തില്ലോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അയനിയാസിനെ പത്രോസ് ഏൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ പക്ഷപാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന അയനിയാസ് എന്ന പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു. പത്രോസ് അവനോട്, അയനിയാസി, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്ന, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു. അതാണ് കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ചുമ്മാതെ കർത്താവ് എല്ലാം ചെയ്യുമെന്ന് വിചാരിക്കരുത്. പത്രോസ് അന്യാസിന് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുക്രിസ്തു കൊടുക്കുന്ന സൗഖ്യം അവരോട് പറഞ്ഞു. പിന്നീട് ഒരു സ്റ്റെപ്പ് വെക്കണ്ടേ ആ പ്രാർത്ഥിച്ച വ്യക്തിയാണ് ചെയ്യേണ്ടത്. അപ്പൊ അനേകം ആൾക്കാർ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്നാ കാര്യങ്ങൾ നടക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരങ്ങളൊന്നുമില്ല. പ്രാർത്ഥിച്ച് ഏറ്റെടുത്തിട്ട് നമ്മൾ സ്റ്റെപ്പ് വെക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ഇതിന് നമുക്കറിയാം, പത്രോസ് അവനോട്, അയനിയാസ്, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്ന, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു. അത് അവരുടെ ഭാഗത്തുനിന്ന് അവർ ചെയ്യണം. നമ്മൾ സ്റ്റെപ്പ് വെക്കണം. രോഗസൗഖ്യം കർത്താവ് തരുന്നൊന്നും നമ്മൾ റിസീവ് ചെയ്യണം യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് വിടുതൽ തരുമ്പോൾ നമ്മൾ റിസീവ് ചെയ്യണം യേശുവിന്റെ നാമത്തിൽ. ആ വിശ്വസിച്ച് നമ്മൾ സ്റ്റെപ്പ് വയ്ക്കണം. അപ്പോൾ കർത്താവ് വിടുതൽ കൊടുക്കും. നമുക്കറിയാം, പത്രോസും യോഹന്നാനും നമുക്ക് ജെറുസലേം ദേവാലയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ മുടന്തനായ വ്യക്തി ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവര് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏറ്റു നടക്കാന്ന് പറഞ്ഞ് കൈ കൊടുത്തപ്പോൾ പത്രോസിന്റെ കയ്യിൽ അദ്ദേഹം പിടിച്ചു. കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഒരു 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 എന്ന് പറഞ്ഞാൽ ഒരു എഫോർട്ടോടെ ഉണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. അത് അദ്ദേഹം വിശ്വസിച്ചു. പ്രൈസ് ലോർഡ്. വിശ്വസിച്ചില്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു എഫോർട്ട് ഉണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. പത്രോസിന് വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് ഞാൻ ചില സൗഖ്യമാകുവാനകത്ത് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ആഗ്രഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൗഖ്യമാകുവാൻ യേശുക്രിസ്തുവിനെ അദ്ദേഹത്തിന് അറിയത്തില്ലെങ്കിൽ തന്നെയും സൗഖ്യമാകുവാൻ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. അപ്പൊ പത്രോസ് പ്രസംഗിച്ച ദൈവത്തിന്റെ നാമത്തിൽ കൈ നീട്ടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പത്രോസിനെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ വന്നു. അപ്പോൾ നടന്നു. അപ്പം അങ്ങനെ ആ നടന്ന് സ്റ്റെപ്പ് വെച്ചപ്പോഴാണ്, പ്രൈസ് ലോർഡ്, പത്രോസ് പറഞ്ഞ പോലെ സ്റ്റെപ്പ് വെച്ചപ്പോഴാണ് പ്രൈസ് ലോർഡ് നടക്കാൻ ഹെൽപ്പ് ചെയ്തപ്പോൾ അദ്ദേഹം നടന്നു. ചുമ്മാതെ അവിടെ ഇരിക്കുമല്ലോ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ല. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. മനസ്സിനോട്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണം. എങ്കിലേ ദൈവപ്രവൃത്തി കാണത്തുള്ളൂ. ചുമ്മാതെ കർത്താവ് തരുമെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. പ്രൈസ് ലോർഡ്. നമ്മൾ തരുമെങ്കിൽ നമ്മളൊരു സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോകണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നടക്കാതിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്രവാചകന്മാർ വഴി നമുക്ക് വേണ്ടി പറയും. പ്രൈസ് ലോർഡ്. കർത്താവ് ആലോചന പറയും. പക്ഷെ നമ്മൾ സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോകുന്നില്ല. പ്രൈസ് ലോർഡ്. നമുക്കൊരു കാര്യം കർത്താവ് തരുമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം. എങ്കിലേ കർത്താവ് തരത്തുള്ളൂ. ദൈവം അപ്പോൾ ഗോഡ് ഇസ് എ സ്പിരിറ്റ്. അതാണ് കർത്താവ് ആത്മാവാകുന്നു. ആത്മാവായ ദൈവം നമുക്ക് വേണ്ടി നമ്മൾ സ്റ്റെപ്പ് വെക്കുമ്പോൾ കർത്താവ് വഴികൾ തുറന്നു വരും. ഒരു ഓട്ടോമാറ്റിക് ഡോറ് തുറക്കണമെങ്കിൽ നമ്മൾ അവിടെ പോയി സ്റ്റെപ്പ് വയ്ക്കണം. അവിടെ പോയി നിന്നെങ്കിലേ തുറക്കത്തുള്ളൂ. കുറെ അകലം മാറിയൊന്നും ശരിയാകത്തില്ല. അപ്പം നമ്മൾ നടന്ന് നീങ്ങണം, മുന്നോട്ട് കുതിക്കണം. നമ്മൾ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണം. മിനിസ്ട്രിയിൽ നമ്മൾ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണം. ഹീലിംഗ് മിനിസ്ട്രിയുള്ള ആൾക്കാർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പ്രാവശ്യം നടന്നില്ല എന്ന് വിചാരിച്ച് പിന്നെയും പ്രാർത്ഥിക്കണം. മരിച്ച ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആൾക്കാർ നമ്മളെ കളിയാക്കാൻ നോക്കാനായിട്ട് പോകരുത്. ഇന്ന് ജീവിച്ച് നാളെ മരിച്ചു പോകുന്ന ആൾക്കാരെ നോക്കാനായിട്ട് പോകരുത്. പിന്നെയും പ്രാർത്ഥിക്കണം. ഒരു നാളെ സംഭവിക്കും. ഉല്ലാസവഞ്ചായ ഘോഷ നീതിമാന്മാരുടെ കൂടാരത്തിലുണ്ടെന്ന് ദൈവജന വചനം പറയുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഉള്ളവർ പേര് ഇത് പറഞ്ഞാൽ ലുദയിലും ശാരോനിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. യോപ്പയിൽ പേടമാൻ, ഇതാണ് പറഞ്ഞത്. അപ്പോൾ മലയാളത്തിലുള്ള വാക്കുന്നുണ്ട്. യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത്ത എന്ന് പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9 verse 36. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വളരെ വായിച്ച് എല്ലാവരും ഒരു മിനിറ്റ് ഷെയർ ചെയ്യേണ്ട ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അനേകം ആൾക്കാർക്ക് കർത്താവിന്റെ വചനം കേൾക്കാനായിട്ട് ഇടവരും. എല്ലാവരും ദൈവനാമം മാറ്റപ്പെടുത്താനായിട്ട് ഇടവരും. ഉടനെ എല്ലാവരും കർത്താവിന്റെ വചനം ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇത് പറഞ്ഞാൽ അപ്പം തബീത്ത് എന്നൊരു പേര് യോപ്പയില് പ്രൈസ് ലോർഡ് ശിഷ്യയുണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു. പ്രൈസ് ലോർഡ്. വായിക്കേണ്ട ആഗ്രഹിക്കുന്നു. ആ കാലത്ത് അവൾ ധീരം പിടിച്ചു മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കിടത്തി. മാളിക മുറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രൈസ് ലോർഡ്, അതാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ ഒരുമിച്ച് മുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. പ്രൈസ് ലോർഡ്. മാളിക മുറിക്ക് അപ്പുറമിന് പ്രത്യേകതയുണ്ട്. അവിടെ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ആയിരിക്കുമ്പോൾ ഒരു സ്ഥലം കണ്ടെത്തണം. നമ്മൾ വീടുള്ള എങ്കിൽ തന്നെയും പ്രാർത്ഥിക്കാനായിട്ട് എന്തെങ്കിലും നമ്മൾ കരുതണം.
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് ലോർഡ് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ ഒരു സ്പെസിഫിക് സ്ഥലം നമ്മളൊരു ക്വയറ്റ് ഏരിയ നമ്മൾ കണ്ടെത്തണം. എവിടെയാണ് വീട്ടിലാണെങ്കിൽ ഒരു സൗകര്യം ഇല്ലെങ്കിൽ തന്നെ ഉള്ള സൗകര്യത്തിൽ ചെറിയൊരു മാറ്റോ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കർച്ചി പോലത്തെ കാര്യങ്ങളോ മാറ്റോ ഒക്കെ നമുക്കുണ്ടായിരിക്കണം പ്രൈസിലോ പ്രാർത്ഥിക്കാനായിട്ട്. അവിടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അത് ഓൾറെഡി ദൈവ സാന്നിധ്യം തൊട്ട സ്ഥലമാണ്. നമ്മൾ എവിടെ ആയിരിക്കുന്നു അവിടെ നമ്മൾ എവിടെ പോയാലും നമ്മളെ കൂടുതൽ കൊണ്ടുപോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് വലിയ വീടിക്കുള്ള ആൾക്കാർ പ്രാർത്ഥിക്കാനായിട്ട് റൂം നമ്മൾ മുകളിലാണ് ഒരു റൂം നമ്മൾ കരുതണം. പ്രൈസിലോട്ട് ഹല്ലേലൂയ. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓരോന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ കരുതണം. അപ്പോൾ ചുമ്മാതെ നമ്മൾ ഇരിക്കും. പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് പ്രത്യേകം നമ്മൾ ഒരു സെപ്പറേഷൻ കൊടുക്കണം. ഒരു ക്വയറ്റ് ഒരു ഏരിയ നമ്മൾ കണ്ടെത്തണം അതിന് വേണ്ടി. പ്രൈസിലോ. അപ്പോൾ അപ്പർ റൂമിന് പ്രത്യേകതയുണ്ട്. മാളിക മുറികൾക്ക് ബൈബിൾ പ്രത്യേകതയുണ്ട് പ്രാർത്ഥനയ്ക്ക്. അത് ദൈവം അപ്പം ദാവീദിന്റെ കാലം തൊട്ടേ നമുക്കറിയാം. ഇനി പറഞ്ഞാൽ നമുക്കറിയാം, ദാനിയേലിന്റെ പുസ്തകം വായിക്കുവാണെങ്കിൽ നമുക്കറിയാം. അപ്പം ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു. അവളെ കുളിപ്പിച്ച് ഒരു മാളിക മുയറിൽ കിടത്തി. ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. നീ താമസിക്കാതെ ഞങ്ങളുടെ അടുക്കലോളം വരണം എന്ന് അപേക്ഷിപ്പാൻ 2 ആളെ അവന്റെ അടുക്കൽ അയച്ചു. ഇതാണ് അയനിയാസ് സൗഖ്യപ്പെട്ടു. ഇത് കണ്ട ആൾക്കാർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ യേശുക്രിസ്തുവാണ് നിത്യ ദൈവം എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് കണ്ട ആൾക്കാർ അടുത്ത പട്ടണത്തിൽ പോയി അവിടെ ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, ഈ മിശിഹയുടെ നാമത്തിൽ, ഈ ക്രിസ്തുവിന്റെ നാമത്തിൽ, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമത്തിൽ നമുക്ക് വേണ്ടി പാപത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. യേശുക്രിസ്തുവിന്റെ ആണിപ്പെടരാൽ സൗഖ്യം നടക്കും എന്ന് പത്രോസ് പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ട ആൾക്കാർ അത് വചനം സത്യമാണ് എന്ന് പ്രൈസലോൾ അത്ഭുതങ്ങൾ കൊണ്ട് പരിശുദ്ധാത്മാവ് സ്ഥിരീകരിച്ച് കാണിച്ചു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അടുത്തുള്ള സ്ഥലങ്ങളിൽ പ്രൈസലോൾ മരിച്ച ആളെ ഉയർപ്പിക്കാനായിട്ട് ഒന്ന് വരണമെന്ന് പത്രോസിനെ വിളിക്കുന്നു. നിങ്ങൾ ദൈവദാസന്മാരാണെങ്കിൽ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നത് 10 പേരെ അറിയണം. പ്രൈസലോൾ അത് ആരും കാണാതെ ഫേസ്ബുക്ക് എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ട് പ്രൈസലോൾ അപ്പോൾ അങ്ങനെ പൈസ ചോദിച്ചു എനിക്ക് അത് ചെയ്യണം. അങ്ങനെയല്ല. നിങ്ങൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നതാണെങ്കിൽ എത്ര ശത്രുക്കളുണ്ടെങ്കിലും നിങ്ങൾ പബ്ലിക് ആയിരിക്കണം കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നത്. അവര് പബ്ലിക്കായിട്ട് അനേകം ആൾക്കാർ നമ്മുടെ ശത്രുക്കളെ നോക്കാനായിട്ട് പോകരുത്. നിങ്ങളെ വചനം കേട്ടിട്ട് ഒരാടെങ്കിലും രക്ഷയിലേക്ക് വരാൻ ഇടവരും. പ്രൈസിലോട്ട്. അപ്പം നമ്മൾ ദൈവസഭയെ ഉള്ള ആൾക്കാർ, കർത്താവിന് വേറെ നിങ്ങൾ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ പബ്ലിക്കായിട്ട് പ്രത്യക്ഷപ്പെടണം. പബ്ലിക്കായിട്ട് കർത്താവിനെ പ്രഘോഷിക്കണം. പബ്ലിക്കായിട്ട് വിറ്റ്നസ് ചെയ്യണം. പബ്ലിക്കായിട്ട് ഈ ദൈവം ജീവിക്കുന്ന ദൈവം നമ്മൾ പറയണം. പ്രൈസിലോട്ട്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അപ്പം നമ്മൾ പറയണം. അപ്പൊ അങ്ങനെ പബ്ലിക്കായിട്ട് ദൈവനാമത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. പ്രൈസിലോ. അപ്പൊ അങ്ങനെ 10 പേര് അറിയണം. എങ്കിലേ ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കത്തുള്ളൂ. എങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് നമുക്ക് അവസരങ്ങൾ തരത്തുള്ളൂ. കർത്താവ് അവസരങ്ങൾ തരും. പക്ഷെ നമ്മളെ തന്നെ ഹൈഡ് ചെയ്ത് അങ്ങനെ ശരിയാവും സംഭവിക്കത്തുള്ളൂ. ഇതാണ് ലുദ്ദ യോപ്പയ്ക്ക് സമയമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. നീ താമസിക്കാതെ ഞങ്ങളുടെ അടുക്കലോളം വരണം എന്ന് അപേക്ഷിപ്പാൻ 2 ആളുകളെ അവന്റെ അടുക്കൽ അയച്ചു. മരിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉയർപ്പിക്കാൻ എന്ന അർത്ഥം. ഇത് പറഞ്ഞ് പത്രോസ് എഴുന്നേറ്റ് അവരോട് ചോദിച്ചു. പത്രോസ് ദൈവാത്മാവ് കൊടുത്തുള്ള ആൾക്കാർക്ക് ആരെ പേടിക്കുന്നു? പത്രോസ് രണ്ടും കരുതി. കാരണം യേശുക്രിസ്തു ഉയർത്തേറ്റു. യേശുവിന്റെ നാമത്തെ രോഗികളെ കൈവെക്കാൻ അവർക്ക് സൗഖ്യം വരും, മരിച്ചവരോ ഉയർപ്പിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് തന്നെ പത്രോസ് അവിടെ തന്നെ ചെന്നു. ഇത് പറഞ്ഞ് പത്രോസ് എഴുന്നേറ്റ് അവരോട് കൂടെ ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ടും തബീത്ത തങ്ങളോട് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് അവര് ചുറ്റും നിന്നു. കാരണം പത്രോസ് എന്തെങ്കിലും ചെയ്യുമെന്നുള്ള വിശ്വാസം അവർക്ക് വന്നു. കാരണം ഈ പത്രോസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അന്യാസിനെ ഏൽപ്പിച്ച പത്രോസിന് പ്രൈസിലോട്ട് ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 2-3 അധ്യായത്തില് കുരുടെ നടക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തെ ശക്തി കൊടുത്ത ഈ പത്രോസിന് ദൈവത്തിന് ഈ പത്രോസിനോട് എനിക്കും ഈ മരിച്ചുപോയ തബീത്തയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ജീവൻ കൊടുക്കാൻ പറ്റുമെന്ന് അവരങ്ങ് വിശ്വസിച്ചു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രൈസിലോ. അവിടെ വിശ്വാസമാണ്. ഇത് പറഞ്ഞ കർത്താവിന് ഒരു കാര്യം ചെയ്യണ വിശ്വാസമാണ്. നമ്മൾ അവിടെ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് വിശ്വസിക്കണം. പ്രൈസിലോ. ദൈവദാസന്മാരിലൂടെ അത് നടക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. പ്രൈസിലോ. ഇത് പറഞ്ഞ് പത്രോസ് അവരെ ഒക്കെയും പുറത്തിറക്കി. അതാണ് പത്രോസ് അവരെ ഒക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പക്ഷെ എന്ന് വിചാരിച്ച് അവിശ്വാസികളുടെ ചുറ്റും നിന്ന് അവരെ പ്രാർത്ഥിച്ച് അവരെ മുമ്പിൽ നമ്മളെ ആളുകളിലേക്ക് നിൽക്കരുത്. അപ്പൊ ദൈവ സാന്നിധ്യം ഇല്ലാത്ത ആൾക്കാരെ പുറത്താക്കണം. മാറ്റിയിട്ട് പേഴ്സണൽ പ്രേയർ ദൈവമായിട്ട് നമ്മൾ ചെയ്യണം. പ്രൈസിലോ. അതാണ് പത്രോസ് നമുക്കറിയാം കൊർന്നേലിയോസ് ഭവനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തുടർന്ന് അപ്പോസ്തല പ്രവൃത്തി നമുക്കറിയാം മത്തായി വിശേഷം വായിക്കണം നമുക്കറിയാം. പ്രൈസിലോ. അപ്പൊ കർത്താവ് മരിച്ച ആളെ ഉയർപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ മരിച്ച ആ വ്യക്തിനെ ഉയർപ്പിച്ച് കഴിഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആൾക്കാരെ കൊള്ളുവിറ്റുകാരെ എല്ലാം കർത്താവ് പുറത്താക്കി.
പുറത്താക്കിയിട്ട് കർത്താവ് പത്രോസ്, യാക്കോ, യോഹന്നാൻ ദൈവ സാന്നിധ്യമുള്ള കർത്താവിനെ അറിഞ്ഞ ആൾക്കാരെ കൂടുതൽ ഒപ്പം നിർത്തി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യമുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുകൊണ്ടാണ്. പ്രൈസ് ലോർഡ്. അതാണ് പൗലോസിനെ നമുക്ക് തുടർന്നായിട്ട് പൗലോസിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം. പൗലോസിനെ കല്ലേറ് കെട്ടി മരിച്ചു എന്ന് എല്ലാവരും വിചാരിച്ചു. പ്രൈസ് ലോർഡ്. പക്ഷേ സഹോദരന്മാർ ചുറ്റും നിന്ന് കഴിഞ്ഞപ്പോൾ പൗലോസ് ഏറ്റു എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് ലോർഡ് അപ്പം ദൈവാത്മാവിന്റെ പ്രത്യേക ഇടപെടലുണ്ടാവും. ഇത് പറഞ്ഞ പത്രോസ് അവരെ ഒക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിന് നേരെ തിരിഞ്ഞു, തബീത്തയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണ് തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. അവൻ കൈ കൊടുത്തു അവളെ എഴുന്നേൽപ്പിച്ചു. വിശുദ്ധന്മാരെയും വിധവമാരെയും വിളിച്ചു. അവളെ ജീവനുള്ളവളായി അവരുടെ മുമ്പിൽ നിർത്തി. ഇത് യോപ്പയിലെങ്ങും പ്രസിദ്ധമായി. പലരും കർത്താവിൽ വിശ്വസിച്ചു. പ്രൈസിലോണ്. അതാണ് പറയുന്നത്, കർത്താവിനെ വിശ്വസിക്കാൻ ഇടവന്ന് കർത്താവ് ഒരു അത്ഭുതം ചെയ്യുന്നത് അത് മറ്റുള്ളവരും കർത്താവിലേക്ക് വരുവാനായിട്ടാണ്. കർത്താവ് നമ്മളെ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ആകരുത്. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കർത്താവ് നമ്മളെ ഉപയോഗിക്കുന്നത്. ഇന്ന് കർത്താവിന് വചനം പ്രസംഗിക്കുന്ന അനേകം ആൾക്കാർ നിത്യത്തിലേക്ക് വരുവാനായിട്ടാണ് കർത്താവിന് വചനം ഞാൻ പ്രസംഗിക്കുന്നത്. അല്ലാതെ എൻ്റെ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. പ്രൈസിലോ. അവൻ്റെ ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാം വ്യൂസിനെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ശത്രുക്കൾ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ഒരാളുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞു യൂട്യൂബിൽ ഒരാൾ ഒരു വ്യൂസ് ഉണ്ട്. കാരണം യൂട്യൂബ് എല്ലാം ഹാക്ക് ചെയ്ത് ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുക. അതൊന്നും അവരെ നോക്കാൻ പോകുന്നില്ല. പ്രൈസിലോ. അവരെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തിയിട്ടാണെങ്കിലും കർത്താവ് വരുന്ന ആളെന്നോ ഈ വചനം കർത്താവ് എത്തിക്കും. പ്രൈസിലോ. കാരണം നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ്. പിന്നെ അവൻ തോൽക്കലിനായി ശിമോൻ എന്ന ഒരുത്തോടുകൂടെ വളരെ നാൾ യോപ്പയിൽ പാർത്തു. ഇതാണ് യോപ്പയിൽ എങ്ങും പ്രസിദ്ധമായി തബീത്ത എഴുന്നേറ്റത്. പലരും കർത്താവിൽ വിശ്വസിച്ചു. ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞു. ഇന്ന് ഈ കർത്താവിന്റെ വചനം നമ്മൾ പ്രസംഗിക്കുമ്പോൾ അനേകം ആൾക്കാർ കർത്താവിനെ അറിയാൻ നമ്മളെ വരും. നമ്മൾ ചെറിയ ജോലി ചെയ്യുന്നത്, ചെറുതല്ല, വലിയ ജോലി ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളൊരു പാട്ട് പാടുന്നതായിരിക്കാം, പുതിയ പാട്ട് എഴുതുന്നതായിരിക്കാം, യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുമെന്ന് പറയുന്നതായിരിക്കാം, പ്രൈസിലോ. യേശുക്രിസ്തു രോഗസൗഖ്യം തരുമെന്ന് പറയുന്നതായിരിക്കാം, യേശുക്രിസ്തു നിത്യജീവൻ തരുമെന്ന് പറയുന്നതായിരിക്കാം, പ്രൈസിലോ. അപ്പൊ എന്തെങ്കിലും കർത്താവിന്റെ വചനത്തെപ്പറ്റി, കർത്താവിന്റെ നാമത്തെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിലോ, കർത്താവ് നമുക്ക് ഉയർത്തി തരും. ഞാനൊക്കെ കർത്താവിന്റെ സ്ട്രീറ്റിൽ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പോകുമ്പോൾ എല്ലാവരും ഒന്നും സഹായിക്കാൻ പറ്റത്തില്ല. ചിലവർ പൈസ ചോദിക്കും. എൻ്റെ അടുത്ത് പൈസ ഇല്ലാന്ന്. പൈസ ചോദിച്ചാൽ ട്രക്കൊക്കെ അവർ എടുക്കും. പൈസ എടുക്കും. ഇംഗ്ലീഷുകാർ. അപ്പൊ ഞാൻ എന്ത് കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് ചായ തരട്ടെന്ന്, ചായ മേടിച്ച് തരട്ടെന്ന് കഴിച്ചു. അവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, എല്ലാവർക്കും മേടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് ഒരു ചായയും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബാഗറ്റ് മേടിച്ചു കൊടുത്തു. ഒരു 4-5 പൗണ്ട് എടുത്ത് മേടിച്ചു കൊടുത്തു. എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ തിരിച്ചു പോകേണ്ട സമയത്ത് കർത്താവ് ആ പൈസ എനിക്ക് മറ്റുള്ളവർ വഴി തിരിച്ചു തരിപ്പിച്ചു. അതാണ് നമ്മളെ കർത്താവ് ഒന്നിനും കിടക്കാറുന്നില്ല, പറയില്ല. അപ്പൊ നമുക്ക് എല്ലാവരും സഹായിക്കാൻ പറ്റില്ല, ഒരാളെ നമുക്ക് സഹായിക്കും. അത് നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഇന്നത്തെ വചനം നമുക്കറിയാം. പൗലോസിനെ കർത്താവ് ടച്ച് ചെയ്തു. പൗലോസ് കർത്താവിനെ പ്രഘോഷിച്ചു. പ്രൈസിലോട്. യഹൂദന്മാരെ കൊല്ലാൻ ശ്രമിച്ചു. പൗലോസിനെ ശിഷ്യന്മാരെല്ലാം കൂടി ലാസ്റ്റ് പത്രോസ് ജെറുസലേമിലെ ശിഷ്യന്മാരെ അടുത്ത് കൊണ്ടുവന്നു. പിന്നെ പത്രോസ് കർത്താവിന് വചനം പ്രസംഗിക്കുന്നു. അനന്യാസ് 7 വർഷമായിട്ട്, അനന്യാസ് വർഷങ്ങളായിട്ട് കിടക്കയിൽ കിടന്ന അനന്യാസ് കർത്താവിനെ അറിഞ്ഞു. അത് രക്ഷയിലേക്ക് വന്നു. പ്രൈസിലോ. ഏറ്റവും സൗഖ്യം പ്രാപിച്ചു. അത് ലുദയിൽ, അത് ചുറ്റുപാട്ടിലുള്ള സ്ഥലങ്ങൾ മൊത്തം അറിഞ്ഞു. പ്രൈസിലോ. ലുദയിൽ നമുക്കറിയാം തബീത്ത എന്നൊരു സ്ത്രീ മരിച്ചു. പ്രൈസിലോ. അപ്പം അവരെ ഈ കർത്താവിനെ പ്രസംഗിക്കുന്ന പത്രോസ് വന്നു കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മരിച്ച ആൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് അവർക്ക് വലിയ വിശ്വാസം വന്നു. പത്രോസ് പ്രാർത്ഥിച്ചു. ആ വ്യക്തിയും കർത്താവിലെ ഒരു ജീവനുള്ള വ്യക്തിയായിട്ട് തിരിച്ചു വന്നു. പ്രൈസിലോ. അങ്ങനെ ആ ദേശത്ത് വലിയ ഉണർവുണ്ടായി. നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെയുള്ള ആൾക്കാരെല്ലാം കർത്താവിനെ അറിഞ്ഞു. ഒരു പ്രാർത്ഥിക്കാം. അപ്പൊ കർത്താവ് നമ്മളെ ഈ ദേശങ്ങളിൽ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കർത്താവ് അസാധ്യമായിട്ട് ഉപയോഗിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാർത്ഥിക്കുന്ന പിതാവിനെ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. ഞാൻ നിർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ചർച്ച് സർവീസിന് പോകേണ്ട സമയമായി. ഫിസിക്കലായിട്ട് ചർച്ച് സർവീസ് ഉണ്ട്. അവിടെ ചർച്ച് സർവീസ് ഇൻ ഇംഗ്ലീഷ്. പ്രൈസിലോ. അതിനോട്ട് മലയാളത്തിൽ നിന്ന് എടുത്ത് മാത്രമേ ഉള്ളൂ, ഓൺലൈനായിട്ട്. ഐ എം ഗോയിങ് ഫോർ അവർ ചർച്ച് സർവീസ് റൈറ്റ് നൗ. Physically we are gathering, that will be in English. പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനത്തോട് സ്തുതിക്കുന്ന കർത്താവ്, ഈ സൺഡേയിൽ കർത്താവ് ഓൺലൈൻ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിയോർത്ത്, ഈ വചനം ഷെയർ ചെയ്യുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവ് സ്വാഗതം ചെയ്യുന്നു. പ്രസംഗിച്ച വചനം കർത്താവ് ശക്തിയോട് കൂടി കേട്ട ആൾക്കാർക്ക് ചെല്ലുന്നതിനോർത്ത് കർത്താവ് നന്ദി പറയുന്നു. കർത്താവെ, പിതാവിനെയും പുത്രനെയും വിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ വചനം ഷെയർ ചെയ്ത് ഓരോ വ്യക്തിയോട് കർത്താവ് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തോത്രം നെയ്യും അസുഖമുള്ള ആൾക്കാരെ ടച്ച് ചെയ്യുന്നവർക്ക് നന്ദി പറയുന്നു. വചനത്തെ ഉണർവ് കൊടുക്കണമേ, ദേശത്ത് ഉണർവ് കൊടുക്കുന്നതിനോർക്ക് നന്ദി പറയുന്നു. കർത്താവ് യേശുവിന്റെ നാമം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം ഈശൻ തല്ലക്കൻ അല്ലാത്തീറ്റകൻ. അപ്പോൾ എന്നെ വചന ഓരോ വ്യക്തിയെ പ്രാർത്ഥിക്കുന്നു. പ്രേ ഫോർ ഈച്ച് ആൻഡ് എവരി
people, those are watching online. Eddie, Matthew, Thomas, Brian, Betsy, Shiba, yes, Biju, LB, James. Okay, I pray for each and every people right now, Father. Especially I pray for me, all my ministry work, the ministry, whatever I'm doing by your grace. Holy Father, I pray for me too. Heavenly Father, once again more I pray for all the people right now. I pray for UK, Europe, Africa, North and South American, Asian countries. Heavenly Father, എല്ലാവരും മലയാളിക്കൂടി കർത്താവ്യം പ്രാർത്ഥിക്കുന്നു, റിവയിലോടി കർത്താവ്യം പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ, in Jesus' name. God bless.